സിനിമയ്ക്ക് പിറകിലെ സംവിധായകരുടെ പ്രയത്നം പലപ്പോഴും പ്രേക്ഷകർ അറിയാറില്ല. താരങ്ങളെപ്പോലെ തന്നെ വലിയ പ്രതിഫലം വാങ്ങുന്ന ഉയർന്ന ജീവിത നിലവാരത്തിൽ ജീവിക്കുന്ന ആളുകളാണ് സാധാരണക്കാരെ സംബന്ധിച്ച് സംവിധായകർ. എന്നാൽ ഒരു സിനിമ സ്ക്രീനിൽ എത്തിക്കുന്നതിന് അവർ എടുക്കുന്ന പ്രയത്നം വളരെ വലുതാണ്. ബിഗ് സ്ക്രീനിൽ എത്തുന്ന ചിത്രങ്ങൾ മാത്രമാണ് നാം അറിയുന്നത്. വർഷങ്ങളുടെ പ്രയത്നത്തിന് ശേഷവും നടക്കാതെ പോകുന്ന നിരവധി പ്രോജക്റ്റുകളുടെ കഥ ഓരോ സംവിധായകനും പറയുന്നുണ്ടാകും. ഇപ്പോഴിതാ ഇനിയും സിനിമ ആയിട്ടില്ലാത്ത അത്തരത്തിലുള്ള ശ്രമത്തെക്കുറിച്ച് പറയുകയാണ് ഛായാഗ്രഹകനും സംവിധായകനുമായ അനിൽ ഗോപിനാഥ്. തൊമ്മൻ കുഞ്ഞ് എന്ന പേരിലുള്ള സിനിമയിൽ പൃഥ്വിരാജിനെയാണ് നായകനായി ആദ്യം മനസ്സിൽ കണ്ടിരുന്നത് എന്ന് അനിൽ ഗോപിനാഥ് പറയുന്നു. ഒരു 25% പൃഥ്വിരാജ് ഓക്കെ ആയിരുന്നു. പലതവണ അദ്ദേഹവുമായി കഥ ചർച്ച ചെയ്തു. എനിക്ക് പ്രതീക്ഷയായി. അങ്ങനെ തിരക്കഥാരചന പൂർത്തിയായി. പക്ഷേ അപ്പുറത്തേക്ക് പൃഥ്വിരാജിന്റെ ബ്ലസ്സിയുടെ ആടുജീവിതം കയറി വന്നു. അതിനുവേണ്ടി ശരീരം തയ്യാറാക്കാൻ 2 വർഷം വേണ്ടിവരുമെന്ന് പറഞ്ഞു. പക്ഷേ ലൂസിഫർ വന്നപ്പോൾ ആടുജീവിതവും പൃഥ്വിരാജ് ചവിട്ടി. പക്ഷേ ലൂസിഫറിന്റെ സെറ്റിൽ വെച്ച് മോഹൻലാലാണ് തന്റെ സിനിമയുടെ ടൈറ്റിൽ ലോഞ്ച് ചെയ്തതെന്നും അനിൽ ഗോപിനാഥ് പറയുന്നു. പിന്നെ ആര് ചെയ്യും എന്ന് ആലോചിച്ചപ്പോഴാണ് ഉണ്ണി മുകുന്ദന്റെ കാര്യം ഓർത്തത്. കഥ പറഞ്ഞപ്പോൾ ഉണ്ണിമുകുന്ദന് ഇഷ്ടപ്പെട്ടു. പക്ഷേ വെള്ളത്തിൽ ഇറങ്ങാൻ ബുദ്ധിമുട്ടാണെന്ന് അദ്ദേഹം പറഞ്ഞു. വെള്ളത്തിനകത്താണ് ഈ സിനിമ നടക്കുന്നത്. അണ്ടർ വാട്ടർ ആണ്. പണ്ട് മമ്മൂട്ടി നായകനായി ഒരു ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനിടെ വെള്ളത്തിൽ പെട്ടുപോയ കാര്യമൊക്കെ അദ്ദേഹം പറഞ്ഞു. അഡ്വാൻസും കൊണ്ടാണ് പോയത്. പക്ഷേ ഉണ്ണി അത് വാങ്ങിയില്ല. പിന്നീട് സമൃദ്ധകനിയുമായി ഈ പ്രോജക്റ്റ് സംസാരിച്ചുവെന്നും എന്നാൽ പേട്ട അടക്കമുള്ള അദ്ദേഹത്തിന്റെ കമ്മിറ്റ്മെന്റുകൾ കാരണം യാഥാർത്ഥ്യമായില്ലെന്നും അനിൽ ഗോപിനാഥ് പറയുന്നു. മലയാളം, തമിഴ്, സിംഹള ഭാഷകളായി ഈ ചിത്രം ചെയ്യാൻ പിന്നീട് ഒരു ടീം തന്നെ സമീപിച്ചുവെന്നും ചർച്ചകൾ പൂർത്തിയാക്കിയതിന് പിന്നാലെയാണ് കോവിഡ് ലോക്ക്ഡൗൺ വന്നതെന്നും അനിൽ ഗോപിനാഥ് പറയുന്നു.